രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4% ഇടിഞ്ഞ് 12,627 ക്ലോസിംഗ് നൽകി. 75,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 169. 52 വീക്ക് ഹൈയിൽ നിന്ന് വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സ്റ്റോക്കിനെ 12,627 എന്ന ലെവലിലേക്ക് എത്തിച്ചത്. 52 വീക്ക് ഹൈ 13,639, 52 വീക്കിലോ 4,733. ഡിക്സൺ ടെക്നോളജി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് 76% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 146% റിട്ടേണും സ്റ്റോക്ക് നൽകി. കമ്പനി റാമ്പപ്പ് ഫേസിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് 2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വളർച്ച കുറയുമെന്ന് കമ്പനിയുടെ വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അതുൽ ലാൽ പറഞ്ഞതിനെ തുടർന്നാണ് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ 3,500 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ലക്ഷ്യമിടുന്നത്. എന്നാൽ വരുന്ന 6 വർഷം കൊണ്ട് IT ഹാർഡ്വെയർ സെഗ്മെൻറ്റിൽ നിന്നും 48,000 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കമ്പനിക്ക് പ്ലാനുണ്ട്. ഇതിനുവേണ്ടി പല ഗ്ലോബൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറുമായി കമ്പനി പല കോൺട്രാക്റ്റുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മൊബൈൽ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് ഡിക്സൺ ടെക്നോളജിയുടെ വരും സമയങ്ങളിലെ ഒരു പ്രധാന ഗ്രോത്ത് ഡ്രൈവായി പ്രവർത്തിക്കും. ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനിയുടെ 70% റവന്യൂവും മൊബൈൽ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് സാധ്യതയെന്നാണ് കമ്പനിയുടെ വൈസ് മാനേജിംഗ് ഡയറക്ടർ പറയുന്നത്. അതോടൊപ്പം കമ്പനിയുടെ വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും പറയുന്നത്. അതോടൊപ്പം തന്നെ വിവിധ കമ്പനികൾക്ക് വേണ്ടി കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് വഴി ലാപ്ടോപ്പും നോട്ട്ബുക്കും മാനുഫാക്ചർ ചെയ്യുന്നത് വഴി 3 മുതൽ 4% മാർജിൻ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. റീസെൻ്റ്ലി ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനി MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുക വഴി $257 മില്യൺ ഫണ്ട് ഇൻഫ്ലോ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. UBS എന്ന പ്രമുഖ ബ്രോക്കേജ് ആൻഡ് റേറ്റിംഗ് ഏജൻസിയും ഡിക്സൺ ടെക്നോളജിയുടെ സ്റ്റോക്കുകൾ, അതായത് റീസെൻ്റ്ലി UBS ഡിക്സൺ ടെക്നോളജിയുടെ 6.86 ലക്ഷം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ 1.15% സ്റ്റോക്കുകൾ 13,178 രൂപയ്ക്ക് ഓഫ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഡിക്സൺ ടെക്നോളജി ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഇൻഡെക്സ് 16% റിട്ടേൺ നൽകിയപ്പോൾ ഡിക്സൺ ടെക്നോളജി 147% റിട്ടേണാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നൽകിയത്. മോത്തിലാൽ ഒസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ അപ്ഡേറ്റ് പ്രകാരം ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് അതിൻ്റെ അപ് ട്രെൻഡ് തുടരാനാണ് സാധ്യത. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 12,659 ഒരു പ്രധാന സപ്പോർട്ടാണ്. 12,650 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 14,250 വരെയുള്ള ടാർഗറ്റ് ഡിക്സൺ ടെക്നോളജിയിൽ നിന്നും എയിം ചെയ്യാമെന്നാണ് മോത്തിലാൽ ഒസ്വാൾ പറയുന്നത്. ടെക്നിക്കലി ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 12,500 12,680 സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈ സപ്പോർട്ട് മറികടക്കുകയാണെങ്കിൽ 12,000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇതിനുശേഷം ഓരോ 1000 പോയിൻ്റ് താഴെയും ഡിക്സൺ ടെക്നോളജിക്ക് സപ്പോർട്ടുണ്ട്. ഇക്വിറസ് സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഡിക്സൺ ടെക്നോളജിക്ക് 9,830 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ സിസ്റ്റമാറ്റിക് സെക്യൂരിറ്റി ഡിക്സൺ ടെക്നോളജിക്ക് 12,483 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ബ്രോക്കേജ് ഏജൻസിയും ഡിക്സൺ ടെക്നോളജിക്ക് ഡൗൺ സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയത്. ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കമ്പനിയുടെ ഉയർന്ന വാല്യൂഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ വാല്യൂഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വളർച്ച 2024-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ബുദ്ധിമുട്ടാകും എന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത്. ടെക്നിക്കലി സ്റ്റോക്ക് ഓവർ സോൾഡ് സോണിലോ ഓവർ ബോട്ട് സോണിലോ അല്ല. 5-day 10-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണെങ്കിലും 20-day 30-day 50-day 100-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് HCL ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.67% ഉയർന്ന് 1,800 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1,812, 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് HCL ടെക്നോളജി. പ്രമുഖ ബ്രോക്കേജായ മോത്തിലാൽ ഒസ്വാൾ HCL ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗും 2,000 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ടയർ 1 IT കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ HCL ടെക്നോളജി IT സർവീസ് നൽകുന്നതിനോടൊപ്പം തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബിസിനസ്സും ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് മറ്റുള്ള ടയർ 1 IT കമ്പനികളെക്കാളും HCL ടെക് എന്ന കമ്പനിക്ക് മുൻതൂക്കം നൽകുന്നു. മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം HCL ടെക് എന്ന കമ്പനിയുടെ
വാല്യൂഷനിൽ 25 ടൈംസ് മൾട്ടിപ്ലൈ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ HCL ടെക്കിന് 2000 രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട്. മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ ആൻറ്റിക് ബ്രോക്കിംഗ് ഏജൻസി HCL ടെക്കിന് 1850 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതായത് HCL ടെക് എന്ന സ്റ്റോക്ക് റെസിസ്റ്റൻസ് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു എന്നാണ് ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസി HCL ടെക് എന്ന കമ്പനിയുടെ ചില അഡ്വാൻറ്റേജുകൾ വരച്ചു കാട്ടുന്നുണ്ട്. കമ്പനിയുടെ ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടർ 19% CAGR കൂടിയുള്ള വളർച്ച കൈവരിച്ചു. SAP ക്ലൗഡ് പ്ലാറ്റ്ഫോം സർവീസ് 26% CAGR കൂടിയുള്ള വളർച്ചയാണ് കൈവരിക്കുന്നത്. ക്ലൗഡ് മൈഗ്രേഷൻ വർക്ക് 70% കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാർക്കറ്റിൽ 8 മുതൽ 9% വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചു. BFSI സെഗ്മെൻറ്റിൽ 43% ടോട്ടൽ ടെക് സ്പെൻഡ് കമ്പനി നേടിയെടുക്കുന്നു. ഇതൊക്കെ HCL ടെക് എന്ന കമ്പനിയുടെ അഡ്വാൻറ്റേജ് ആണ്. അതേസമയം ആൻറ്റിക് ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് 1850 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇനി ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയത് ICICI ഡയറക്റ്റ് ആണ്. ICICI ഡയറക്റ്റ് 1455 രൂപയുടെ ടാർഗറ്റാണ് HCL ടെക് എന്ന സ്റ്റോക്കിന് നൽകിയത്. ടെക്നിക്കലി HCL ടെക് എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. 1750 മുകളിൽ ബ്രേക്കൗട്ട് വന്നപ്പോൾ സ്റ്റോക്ക് 1800 എന്ന ലെവലിനടുത്തെത്തി. ഇവിടെ നിന്നും ആൻറ്റിക് ബ്രോക്കേജ് ഏജൻസിയുടെ ടാർഗറ്റ് 1850 ആണ്. HCL ടെക് എന്ന സ്റ്റോക്ക് 1750, 1700 തുടങ്ങിയ സപ്പോർട്ടുകളെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ സ്റ്റോക്കിനെ ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്റ്റോക്കിന് ഓരോ 50 പോയിൻ്റ് താഴെയും സപ്പോർട്ടുണ്ട്. 1750, 1700, 1650, 1600 തുടങ്ങിയവ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടുകളായി പ്രവർത്തിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.